സി.കെ. പത്മനാഭൻ ഇന്നലെ ബി.ജെ.പി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഗുരുതരമായ ഗൗരവതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം പറയുന്നത് ആദർശങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു ആ പാർട്ടി ബി.ജെ.പി. ഇപ്പോൾ അധികാരഭ്രമത്തിന് പിറകെ പോകുന്നു ആ പാർട്ടി. അതുകൊണ്ട് പല വിവിധ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധത കാര്യമായി കൊണ്ടുവരാൻ ബി.ജെ.പി ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാകില്ല പാർട്ടിക്ക്, അതിൻ്റെ ഒരു തിരിച്ചറിവ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി.കെ.പി വലിയ വിമർശനം ദേശീയ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സി.കെ. പത്മനാഭൻ്റെ വിഷയം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ആത്മാർത്ഥമാണോ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് അദ്ദേഹം ദേശീയ സമിതി അംഗം കൂടിയാണ്, അവിടെ അതെന്തുകൊണ്ട് അത് പറയുന്നില്ല എന്നൊക്കെയുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യുകയാണ്. അജിംസ്, സി.കെ. പത്മനാഭൻ്റെ ഇന്നലത്തെ വാക്കുകൾ, വിമർശനങ്ങൾ കണ്ടപ്പോൾ അതിൽ എത്ര കണ്ട് ആത്മാർത്ഥതയുള്ളതായി തോന്നി? അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെ വിമർശിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ അത് എന്തുകൊണ്ടാണ് ആത്മാർത്ഥമാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹം ആരാണെന്ന് അറിയണം. അദ്ദേഹം 1969 വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വന്ന ഒരാളാണ്. സി പി എമ്മിനൊപ്പം നിന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനന്തൻ നമ്പ്യാർ, അയാൾ എന്താണ് കാവുംബായി സമരത്തിൻ്റെ നായകനാണ്. കാവുംബായി സമരം എന്ന് പറഞ്ഞാൽ കർഷക സമരമായിരുന്നു. ആ കർഷക സമരത്തിനെതിരെ MSP മലബാർ സ്പെഷ്യൽ പോലീസ് വെടിവെച്ച് 21 പേരോ മറ്റോ മരിച്ചതാണ്. അതിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ജയിലിലടക്കുകയും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സേലം ജയിലിലുണ്ടായ വെടിവെപ്പിൽ ആ സമര സേനാനികളിൽ 1-2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയൊരു സമരത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു വീട്ടിൽ ജനിച്ച ആൾ 1969 അദ്ദേഹം ജനസംഘത്തിൽ ചേരുകയാണ്. 2 വർഷം അദ്ദേഹം RSS പ്രചാരകനായിരുന്നു. അപ്പോൾ അദ്ദേഹം വെറുതെ ഒരു BJP ആയ ആളല്ല, അതായത് CPM ഓടിപ്പോയി BJP ചേർന്ന ആളല്ല. വളരെ ചെറുപ്പത്തിലെ RSSൽ ചേർന്ന് RSSൻ്റെ പ്രചാരകനായി വർക്ക് ചെയ്ത് പിന്നീട് BJP ഉണ്ടായപ്പോൾ BJPയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, പിന്നീട് സംസ്ഥാന പ്രസിഡൻ്റായി മാറിയ വലിയ പാരമ്പര്യമുള്ളൊരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു, നമ്മുടെ എഡിറ്ററായിട്ട് സംസാരിക്കുന്ന മുഴുവൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം മുസ്ലിം വിരുദ്ധത അതൊന്നും അല്ല. അദ്ദേഹം പറയുന്ന പ്രശ്നം ഇതാണ്: ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ് മുക്ത BJPക്ക് വേണ്ടി പണിയെടുക്കേണ്ട സമയമാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൂട്ടായിട്ട് വരിക. ഇപ്പോൾ സി.കെ. പത്മനാഭനെ പോലെ പാരമ്പര്യമുള്ള, വർഷങ്ങളായി ഇതിനുവേണ്ടി പണിയെടുത്ത് നേതാവായ ഒരാളെ ഇപ്പോൾ ഇന്നലെ ഈ ഇൻ്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായ സംഭവം പറയാം. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥിയുടെ. അപ്പോൾ അദ്ദേഹം വേദിയിലിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. ശ്രീകാന്ത് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ എന്താണ് രവീശ തന്ത്രി കുണ്ടാർ അവിടെ പണ്ട് മത്സരിച്ച ആളാണ്, ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റാണ്. ഇവരൊക്കെ വലിയ നേതാക്കളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ആ ചടങ്ങിലേക്ക് വിളിച്ചത് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യുകയാണ്, ശ്രീമതി പത്മജ വേണുഗോപാലിനെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. മൂപ്പര് ഞെട്ടിപ്പോയി വേദിയിൽ നിന്നിട്ട്. മൂപ്പര് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ പോയി വിളക്ക് കളിക്കാൻ വേണ്ടി എല്ലാവരും വന്ന് കൂടിയിരിക്കുമ്പോൾ മൂപ്പര കസേരയിൽ ഇങ്ങനെ നിവർന്നങ്ങിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പോയില്ല. എന്നിട്ട് പത്മജ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. പുള്ളിയുടെ പ്രശ്നം എന്താണ്? ഈ പരമ്പരാഗതമായി BJP കെട്ടിപ്പടുക്കാൻ വേണ്ടി പണിയെടുത്ത RSSകാരും അല്ലാത്തവരുമായ BJP പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് നേതൃസ്ഥാനം കൊടുക്കുന്നത് ശരിയല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. അപ്പോൾ നമ്മുടെ എഡിറ്റർ ചോദിക്കുമ്പോഴാണ് ഈ മുസ്ലിം വിരുദ്ധതയെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ RSSകാർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നല്ലോ. RSS അതിൻ്റെ രൂപീകരണ കാലം മുതൽ ഇന്ന് വരെയും ചെയ്തുകൊണ്ടിരുന്ന ഒരേ കാര്യമാണ്. ഇനി ഇദ്ദേഹം പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ ഹിന്ദുത്വം ഇങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയ ഹിന്ദുത്വം സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദുത്വവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഹിന്ദുത്വമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പറയാതെ പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്നത് ഗോൾവാർക്കറുടെയും ഹെഡ്ഗവാറുടെയും ഹിന്ദുത്വം അല്ല എന്നാണ്, സവർക്കറുടെ ഹിന്ദുത്വം അല്ല എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന കാര്യം ഭീകരവാദത്തിനെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കണം. പക്ഷെ എന്ന് കരുതി ഈ ഏതെങ്കിലും ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം BJPയുടെ ഇപ്പോഴത്തെ പോളിസിയിൽ വിശ്വസിക്കുന്നുണ്ടോ? RSS ഇത്രയും നാളും ചെയ്തതിൽ തള്ളി പറയുകയാണോ എന്നൊക്കെ വിശദീകരിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തോന്നി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, അത് കേരളത്തിൽ വിലപ്പോവാത്തൊരു കാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹത്തെ ഇത്രയും നാളത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം BJPക്കെതിരെ സാധാരണ രീതിയിൽ വിമർശനം ഉയർന്നവർ പോലും RSS ഒരു ഐഡിയൽ ഓർഗനൈസേഷനാണെന്ന് പറയും. അത് RSS ഇടപെട്ടു, BJPയിലെ ഗ്രൂപ്പ് തർക്കം മാറ്റിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓർഗനൈസിംഗ് സെക്രട്ടറി BJPയിലേക്ക് RSS നയിക്കുന്നു. അപ്പോൾ
ഈ BJP-കാരൊക്കെ കൊള്ളരുതാത്തവന്മാർ, അവരൊക്കെ അധികാരം തലയ്ക്ക് പിടിച്ച ആൾക്കാർ, RSS ആണ് ഇവരെയൊക്കെ നന്നാക്കുന്ന ആൾക്കാർ എന്നൊരു തോന്നൽ, ഒരു പെർസെപ്ഷൻ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അത്തരം വാർത്തകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വാർത്തകൾക്ക് വരുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, RSS നല്ല സംഘടനയാണ്, BJP ആണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, അവർക്ക് ഗ്രൂപ്പീസും ഉണ്ട്, അവർക്ക് അധികാര താല്പര്യങ്ങളുണ്ട്, അഴിമതിയൊക്കെ ഉണ്ട്, RSS ക്ലിയർ ആണ് എന്നാണ് വിചാരിക്കുക. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ RSS-ൽ 2 തരം സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. കേരളത്തിൽ RSS-ൽ പ്രത്യേകിച്ചുണ്ട്. ആ സ്കൂൾ ഓഫ് തോട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് കൃത്യമായിട്ട് ആ വിഭജനം ദൃശ്യമായ ഒരു കാര്യം ലവ് ജിഹാദ് ഇഷ്യൂ ആണ്. ഈ ലവ് ജിഹാദ് ഇഷ്യൂവിനെ കുറിച്ച് അന്ന് RSS-ൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം, ലവ് ജിഹാദ് എന്നൊരു വിഷയം കേരളത്തിൽ ഉന്നയിക്കണമെന്ന് RSS-ൽ ഒരു വിഭാഗം ആളുകൾ, പ്രതീഷ് വിശ്വനാഥിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ RSS-ൽ ആവശ്യപ്പെടുന്നു. അപ്പോൾ പരമ്പരാഗതമായ ഈ ഓൾഡ് സ്കൂൾ RSS-കാരെ അതിനെ എതിർത്തു. അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മൾ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് പറയാനുണ്ട്. ഉള്ള കാര്യം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയൊക്കെ നമുക്ക് ഉള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്തിനാണ് ഇല്ലാത്തൊരു ഫിക്ഷണലായിട്ടൊരു കാര്യം കൊണ്ടുവന്ന് നമ്മളത് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ തർക്കമായി മാറി. അവസാനം ഈ തർക്കത്തിനൊടുവിൽ ഈ പ്രതീഷ് വിശ്വനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് വിജയിക്കുകയും അങ്ങനെ RSS തീരുമാനിച്ചിട്ട് തീരുമാനമാണ് ഈ ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അത് അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗുണം ചെയ്തപ്പോൾ ഉണ്ടായെന്താണെന്ന് വെച്ചാൽ ഈ ഓൾഡ് സ്കൂൾ RSS-കാർ സംഘടനയിലും BJP-യിലും എല്ലായിടത്തും അവർ പിന്തള്ളപ്പെടുകയുണ്ടായത്. അവർ കുറച്ച് ഐഡിയലായിട്ടുള്ള ആൾക്കാർ, അവർ വലിയ സത്യസന്ധന്മാർ. പക്ഷേ ഇവിടെ സംഭവം വർക്ക് ചെയ്യുന്ന എവിടെയാണ്? നുണ പറഞ്ഞ് വർഗീയത പറഞ്ഞാലാണ് വിജയിക്കുക എന്നുള്ളത് ലവ് ജിഹാദ് അവർക്ക് തെളിയിച്ചു കൊടുത്തവർക്ക് വലിയ നേട്ടം RSS-നും BJP-ക്കും അതുവഴി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾഡ് സ്കൂൾ RSS-കാർ പിന്തള്ളപ്പെടുന്നതിൻ്റെ രോഷമാണ് യഥാർത്ഥത്തിൽ CKP പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറം അദ്ദേഹം RSS-കാരനല്ലാതായി മാറുകയോ അദ്ദേഹം നാളെ BJP വിട്ടു പോവുകയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. CKP മുതിർന്ന നേതാവാണ്. ഇപ്പോൾ വാജ്പേയിയുടെ കാലത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് പുള്ളിക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന പാർട്ടിക്കകത്ത് കിട്ടിയിട്ടില്ല. ഗവർണറോ അല്ലെങ്കിൽ ആ തലത്തിലുള്ള ഒരു ഭരണരംഗത്ത് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു ഈഗോ അല്ലെങ്കിൽ അങ്ങനെ വിഷയങ്ങളുണ്ട്. വാജ്പേയി തന്നെയാണ്. വാജ്പേയിയുടെ കാലത്തല്ല, അതൊരു കാവുമ്പായി വാജ്പേയിയാണ് ഈ പറഞ്ഞ കക്ഷി. വാജ്പേയി ആരാണെന്ന് അറിയായിരുന്നില്ലേ? വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് വാജ്പേയി BJP-യുടെ മുഖോട്ടയായിരുന്നു എന്നാണ്. മുഖോട്ട എന്ന് പറഞ്ഞാൽ മുഖംമൂടി. വാജ്പേയിക്കുള്ള BJP-ക്കുള്ള മുഖംമൂടിയായിരുന്നു. ഈ പറയുന്ന മുസ്ലിം വിരുദ്ധത പിന്നെ വിലപ്പോവില്ല എന്ന് പാകിസ്ഥാനിൽ പോയി പറഞ്ഞിട്ട് കയ്യടി വാങ്ങിയ ആളാണ് വാജ്പേയി. എന്നിട്ട് മൂപ്പര് BJP ഇട്ട് പോയിട്ടൊന്നുമില്ല. എന്നിട്ട് മൂപ്പര് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് BJP-യുടെ ആദ്യത്തെ 13 ദിവസം ആദ്യം മന്ത്രിസഭ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇത്. എങ്ങനെയൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാമെന്ന്. കാലാകാലം BJP-ൻ്റെ അകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇതൊക്കെ ഇതിനേക്കാൾ സുന്ദരമായിട്ട് ഉറുദുവിൽ ഇതൊക്കെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വാജ്പേയിയെ പറ്റിയിട്ട് ഒരു BJP നേതാവ് തന്നെ ഒരിക്കൽ പത്രക്കാരോട് ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ടുള്ള ഡീഫ് ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞതാണ്, നിങ്ങളിങ്ങനെ കണ്ടാൽ വിചാരിക്കും അതൊരു ഇതാണെന്ന്, ഒരു ചൈനീസ് പാവയാണെന്ന് വിചാരിക്കും. നിങ്ങൾ എന്നിട്ട് ഇടത്ത് വശത്ത് നിന്ന് അതിൻ്റെ പള്ളൊക്കെ കുത്തും, അപ്പോൾ അത് വലത്ത് വശത്തേക്ക് ആടി കളിക്കും. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിവർന്ന് നിൽക്കും. അപ്പോൾ നിങ്ങൾ വലത് വശത്ത് നിന്ന് അതിൻ്റെ പള്ളക്ക് കുത്തും, അപ്പോൾ അത് ആടി കളിക്കും, പിന്നെ അത് നിവർന്ന് നിൽക്കും. അത് അങ്ങനത്തെ ഒരു സംഗതി തന്നെയാണ്. അതങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അതിൻ്റെ ഗുണം BJP-ക്ക് കിട്ടാറുണ്ട് കാലാകാലത്ത്. ഇന്നലെ പോലും കിട്ടി. ഇന്നലെ CK പത്മനാഭൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇടതുപക്ഷത്ത് നിന്ന് കാര്യപ്പെട്ട ഒരു പ്രസ്താവന വന്നത് എന്താ? CPI-യുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്നവർ BJP-യിലും ഉണ്ട് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ BJP-യിലും ഉണ്ട് എന്ന് പറയിപ്പിക്കാനുള്ള ഒരു പണി CK പത്മനാഭൻ എടുത്തു എന്ന് മാത്രം കൂട്ടിയാൽ മതി. നമ്മൾ കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കേരളത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന്. ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ അനന്തൻ നമ്പ്യാർ മോഹൻ പോയിട്ട് BJP ആയതുകൊണ്ട് മാത്രമല്ല. ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ BJP-യിൽ പോലും ഉണ്ട് എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം വിരുദ്ധത വിലപ്പോവില്ല എന്ന് പോലും മൂപ്പര് പറഞ്ഞത് എവിടെയാണ്? കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമാണ്. ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ ഇത് മുസ്ലിം വിരുദ്ധത അവസാനിപ്പിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ അത് വിലപ്പോവില്ല എന്ന് മലപ്പുറത്തൊക്കെ പുകഴ്ത്തുന്നുണ്ട്. അതെ, കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് BJP-ക്ക് മനസ്സിലായി. ഇപ്പോഴും കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങേയറ്റത്തെ ഇതായ സ്ഥലങ്ങളിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ജയിക്കുക എന്നല്ലാതെ കേരളത്തിലെത്തോളം നാട്ടുകാരുടെ അടുത്തുനിന്ന് പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് വോട്ട് വാങ്ങിയിട്ട് ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. അത് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരാൾ 1969 വരെ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തിട്ട് ഒരു നിയമസഭാ മണ്ഡലം തുടർച്ചയായിട്ട് ഒരിക്കൽ നിയമത്ത് ജയിച്ചെങ്കിൽ അത് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ
ഇവിടുന്ന് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടുന്നില്ല, മുസ്ലിം വിരുദ്ധത കേരളത്തിൽ വരെ പോയില്ല എന്ന് അയാൾ പഠിച്ചു. മൂപ്പരുടെ കാലത്തും അതിന് ശേഷവും ഈ പാർട്ടി നടത്തിയ പ്രവർത്തനം കൊണ്ട് പഠിച്ചു. അത് തുറന്നു പറഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് അവർക്കൊരു മുന്നറിയിപ്പ് പോലെയും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ രാഷ്ട്രീയ തന്ത്രം വേണമെങ്കിൽ മാറ്റിക്കൊള്ളിന്ന് ഒരു അറിയിപ്പ് പോലും കൊടുക്കാമെന്നില്ലാതെ. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ആരും പുറത്തേക്ക് പോയില്ല. ഈ വാജ്പേയി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാജ്പേയി മൻ ഹിന്ദു ജീവൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് വാജ്പേയി എഴുതിയൊരു കവിതയുണ്ട്. വാജ്പേയി തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പ്രചാരകായ ആൾ എന്നും പ്രചാരകമായിരിക്കുമെന്ന് തന്നെ. ഇതാ പറഞ്ഞത് CK പത്മനാഭൻ ഒരിക്കൽ പ്രചാരകമായിരുന്ന ആളാണ്. അയാൾ എന്നും RSS പ്രചാരകൻ തന്നെ ആയിരിക്കും. അയാൾ അതൊന്നും അല്ലാതെ ആവാൻ പോകുന്നില്ല. അയാളെ വിശ്വസിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ 11ാം മണിക്കൂറിൽ ആരും കാത്തിരിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല. മൂപ്പരൊരു നല്ല RSSകാരനായിട്ടും BJPക്കാർക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കാനൊരു മുഖോട്ടയായിട്ടും ഒക്കെ അങ്ങനെ നിലനിൽക്കും. അത്രയേ സംഭവിക്കാൻ പോകുന്നുള്ളൂ.